നമസ്തേ ജഗൽപതേ നമസ്തേ രമാപതേ നമസ്തേ ദാശരഥേ നമസ്തേ സതാം പതേ നമസ്തേ വേദപദേ നമസ്തേ ദേവപദേ നമസ്തേ മഖപദേ നമസ്തേ ധരാപദേ നമസ്തേ ധർമ്മപദേ നമസ്തേ സീതാപദേ നമസ്തേ കാരുണ്യാബ്ധേ നമസ്തേ ചാരുമൂർത്തേ നമസ്തേ രാമ രാമ നമസ്തേ രാമചന്ദ്ര നമസ്തേ രാമ രാമ. നമസ്കാരം. ബാലകാണ്ഡത്തിലെ 5ാമത്തെ എപ്പിസോഡിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഭാർഗവ ഗർവ ഭംഗം എന്നതാണ് ഈ എപ്പിസോഡ്. പരശുരാമന്റെ അഹങ്കാരം ശമിപ്പിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത്. അതിൽ വിവാഹം കഴിഞ്ഞ് വരുന്ന രാമനോട് എതിർത്ത് നിന്നുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവൻ ക്ഷത്രിയൻ എന്നാകിലോ, നില്ലുനില്ലരക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേൾ. രാമനെ തടുത്തു നിർത്തിക്കൊണ്ട് അദ്ദേഹം പറയുകയാണ്, പലവട്ടം ക്ഷത്രിയരെ ആകെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ബ്രാഹ്മണന് ഭൂമി ദാനം ചെയ്തു എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പരശുരാമനോടാണ് രാമനോട് യുദ്ധം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പ്രത്യേകിച്ച് വിവാഹം കഴിഞ്ഞ് വരുന്ന രാമനോട് രാമനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് നീ വീരനാണെങ്കിൽ എന്നോട് യുദ്ധം ചെയ്യൂ എന്നുള്ളതൊരു വെല്ലുവിളിയാണ് പരശുരാമൻ ഇവിടെ ഉയർത്തുന്നത്. അങ്ങനെയാണ് അതിനെ വിശദീകരിക്കുക. നമുക്ക് വിശദീകരിക്കാൻ പറ്റുന്ന സംഭവമാണത്. പരശുരാമൻ ഒരു പലവട്ടം ക്ഷത്രിയരെ നിഗ്രഹിച്ച ഒരു ക്ഷത്രിയ കുലാന്തകനാണ് പരശുരാമൻ. അങ്ങനെ ഒരു പക്ഷെ ക്ഷത്രിയരെ മുഴുവൻ അന്നത്തെ ആചാരം അനുസരിച്ച് ക്ഷത്രിയരാണ് ഭൂമി ഭരിക്കുന്നത്, ഈ രാജാധികാരത്തിലുള്ളത്, അവരാണ് ജനരക്ഷകർ എന്നുള്ള രീതിയിൽ വിവക്ഷിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരെ ഇല്ലായ്മ ചെയ്യുവാനുള്ള പ്രതിജ്ഞയുമായിട്ടാണ് പരശുരാമൻ തിരിക്കുന്നത്, അല്ലെ? അപ്പോ പരശുരാമന്റെ കഥ രാമായണത്തില് വരുന്നുണ്ട്. പക്ഷെ പരശുരാമന്റെ ഒരു ചരിത്രം മുഴുവൻ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അത് പൗരാണികമായതുകൊണ്ട് വളരെയധികം സങ്കീർണമായ ഒരു ഭാഗമാണത്. പിന്നെ ഇദ്ദേഹം ഒരു ബ്രാഹ്മണനായിരുന്നു, ഋഷീശ്വരനായിരുന്നു എന്നുള്ളത് വാസ്തവം. വളരെ ധർമ്മിഷ്ഠനായ ഒരു സന്യാസിവരനായിരുന്നു അദ്ദേഹം. പക്ഷെ അദ്ദേഹം ക്ഷത്രിയരെ മുഴുവൻ 21 വർഷം ക്ഷത്രിയരെ നിഗ്രഹിച്ച ഒരു മഹാനുഭാവനായിരുന്നു. അപ്പൊ ചോദിക്കാം, എന്താണ് അദ്ദേഹം ക്ഷത്രിയ കുലാന്തകനായി തീർന്നതെന്ന്. ഈ ക്ഷത്രിയൻ എന്ന് പറയുന്നത് ഭരണാധികാരിയാണ്, രാജ്യം ഭരിക്കുന്നവരാണ് ക്ഷത്രിയൻ. ആ രാജാക്കന്മാരെ മുഴുവൻ ബ്രാഹ്മണരെ വധിച്ചെങ്കിൽ അതിന് കാരണം കാണും. ഇപ്പോൾ ബ്രാഹ്മണര് ബ്രഹ്മജ്ഞാനികളാണ്. ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ജാതീയ ബ്രാഹ്മണരെ അല്ല, ഈ ജ്ഞാനികളായിട്ടുള്ള വസിഷ്ഠൻ അങ്ങനെയുള്ള ആളുകളൊക്കെ ബ്രാഹ്മണരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജ്ഞാനികൾ, വേദശാസ്ത്രങ്ങളെല്ലാം പഠിച്ച് ജനങ്ങൾക്ക് ഉപദേശങ്ങൾ കൊടുത്ത് ജീവിക്കുന്ന, മഹാരാജാക്കന്മാർക്ക് പോലും ഉപദേശം കൊടുത്ത് ജീവിക്കുന്ന പുണ്യാത്മാക്കളായിരുന്നു ഈ ബ്രാഹ്മണ ശ്രേഷ്ഠർ. അപ്പൊ അവരൊരിക്കലും ആയുധമെടുത്ത് പോരാടില്ല. ഒരു ബ്രാഹ്മണനും ആയുധമെടുത്ത് പോരാടില്ല. പിന്നെ എന്തുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെ ഒരു ആരോപണം വന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രാഹ്മണനെ കൊണ്ടും ആയുധം എടുപ്പിച്ചു അന്നത്തെ ക്ഷത്രിയർ. കാരണം അന്നത്തെ ക്ഷത്രിയരെ അത്രമാത്രം അസുരാത്മാക്കളും ജനദ്രോഹം ചെയ്തവരും നാടിനെ നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവരുമായിരുന്നു. ആ ഒരവസ്ഥയിൽ ബ്രാഹ്മണനും ആയുധമെടുക്കും. കാരണം ധർമ്മത്തിന് വില കൽപ്പിക്കാതെ, ധർമ്മ
ധർമ്മധ്വംസനം നടത്തി രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ ഉണ്ടെങ്കിൽ അവരെ ഇല്ലാതാക്കേണ്ടത് ജനങ്ങളുടെ കടമയാണ്. അവിടെയാണ് ബ്രാഹ്മണൻ ആയുധമെടുത്തത്. ഇപ്പൊ ശരിക്കും ബ്രാഹ്മണൻ ആയുധം എടുക്കാറില്ല. പരശുരാമൻ അങ്ങനെ ആയുധം എടുത്തെങ്കിൽ അതിന് കാരണം 21 വട്ടം ക്ഷത്രിയരെ കൊന്ന പരശുരാമനാണ് വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് ക്ഷത്രിയരുടെ വിരോധമുണ്ട് തീർച്ചയായിട്ടും. കാരണം എന്താ, അദ്ദേഹത്തിന്റെ കാലഘട്ടത്തില് അദ്ദേഹത്തിന് ഈ ക്ഷത്രിയരോട് ഏറ്റുമുട്ടേണ്ടി വന്നു. കാരണം അവർ അത്രമാത്രം അധർമ്മം ചെയ്തവരായിരുന്നു, അല്ലേ? ഈ ഭരണാധികാരികൾ അധർമ്മം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങള് ഭരണാധികാരികൾക്ക് എതിരാവും എപ്പോഴും. കാരണം അവരിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല, അവരിൽ നിന്ന് കരുണ ലഭിക്കുന്നില്ല, അവരിൽ നിന്ന് സംരക്ഷണം ലഭിക്കുന്നില്ല. ആ ഒരവസ്ഥ വരുമ്പോൾ ജനതയും അവർക്ക് എതിരാവും. ജനത കരയും, ജനത തേങ്ങും. ആ ജനതയുടെ തേങ്ങൽ, കുലവധുക്കളുടെ കണ്ണുനീര് കാണുമ്പോൾ ഈ ജ്ഞാനികളായ ജ്ഞാനികളായ ബ്രാഹ്മണർക്കും ആയുധമെടുക്കേണ്ടി വരും. അപ്പോ ജ്ഞാനികളായ ബ്രാഹ്മണരെ കൊണ്ടും ആയുധം എടുപ്പിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അർത്ഥം. അതാണ് ഇദ്ദേഹം ക്ഷത്രിയ കുലാന്തകനായി, അല്ലെ? കാർത്തവീരാർജുനനെ പോലും നിഗ്രഹിച്ച അല്ലയോ പരശുരാമ എന്നവിടെ സംഭവനിക്കാൻ കാരണം. അപ്പോൾ രാമനെ സംബന്ധിച്ചുള്ള രാമൻ ക്ഷത്രിയനാണ്. സ്വയംവരം കഴിഞ്ഞു വരുന്ന ആ ശ്രീരാമനും ഒരു ക്ഷത്രിയ വംശജനാണ്, സൂര്യവംശിയാണ്. അപ്പൊ എന്തായാലും പരശുരാമന്റെ മനസ്സിൽ ആ ഒരു പകയുണ്ടായിരിക്കും. അതുകൊണ്ടാണ് നേരിട്ട് ഏറ്റുമുട്ടാൻ തീരുമാനിച്ചത്. ആ സമയത്ത് തന്നെ സ്വയംവരം കഴിഞ്ഞു വരുന്ന പരിവാരങ്ങളോടും കൂടി വരുന്ന ദശരഥ സമേതനായി മറ്റേ അംഗരക്ഷകരോടും കൂടി വരുന്ന ആ ശ്രീരാമനോട് അദ്ദേഹം ഏറ്റുമുട്ടാൻ തയ്യാറായത്. അവിടെ രാമന് യാതൊരു ഭാവം ഉണ്ടായിരുന്നില്ല. രാമൻ പറയുന്നുണ്ട്, അതെ, അന്ധനായിരിപ്പൊരു ബാലകനുണ്ടോ ഗുണബന്ധനം ഭവിക്കുന്നു സന്തതം ചിന്തിച്ചാലും. അതെ 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 ഒരിക്കലും ശ്രീരാമൻ വിനയാനുതനാണ്. കാരണം ശ്രീരാമൻ എന്ന് പറയുന്നത് മര്യാദാ പുരുഷോത്തമനാണ്, ധർമ്മസ്വരൂപനാണ്, വിനയാനുതനാണ്, ശാസ്ത്രങ്ങൾ പഠിച്ചിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഒരിക്കലും പരശുരാമന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ അദ്ദേഹം വളരെ വിനയാനുതനായിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് പരശുരാമൻ ചോദിച്ചത് എന്താണ്, നീ ശൈവജാപം കണ്ടിച്ചവനാണ്, അവിടെ ശൈവജാപം കണ്ടിച്ചെങ്കിൽ എൻ്റെ വൈഷ്ണവജാപം നിനക്ക് കണ്ടിക്കുവാൻ പറ്റുമോ എന്ന് ചോദിക്കാൻ കാരണം. അപ്പോൾ ശരിക്കും ശ്രീരാമന്റെ ആ ജ്ഞാനം അദ്ദേഹം അളക്കുകയാണ് അവിടെ. എന്ത് ഞാൻ ആദ്യം പറഞ്ഞ ശാസ്ത്രാർത്ഥ ജ്ഞാനം, ആ ജ്ഞാനം അളക്കുകയാണ്. കാരണം ഈ ക്ഷത്രിയന് അതിനുള്ള ശക്തി ഉണ്ടോ? കേവലം ഇവൻ കാണിക്കുന്നതെല്ലാം ശരിയാണോ? അല്ലെങ്കിൽ ഇവൻ ഈ പറയുന്ന യാഗരക്ഷ ചെയ്തു എന്നുള്ളത് ശരിയാണോ? ഇവൻ ബ്രാഹ്മണരെ സംരക്ഷിച്ചിട്ടുണ്ടോ? അതൊക്കെ വരുന്നുണ്ടോ അവിടെ? നമ്മൾ അങ്ങനെ ചിന്തിക്കണം. ഇവൻ ബ്രാഹ്മണരെ സംരക്ഷിച്ചിട്ടുണ്ടോ? യാഗങ്ങൾ രക്ഷിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ജനങ്ങളെ സേവിച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളെ പറ്റി വ്യക്തമായിട്ടുള്ള അറിവ് പരശുരാമന് ലഭിക്കണം. അതാണ് പരശുരാമൻ. പരശു എന്ന് പറഞ്ഞാൽ വിളിച്ചെന്ന് അർത്ഥമുണ്ട്, പ്രകാശം, പരശു. നമ്മൾ പറയില്ലേ കേരളത്തെ പറ്റി പറയുമ്പോൾ പരശുരാമൻ, അത് എന്താണെന്നറിയോ? കേരളത്തെ പറ്റി പറയുമ്പോൾ അങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ രേണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുട്ടാണ്. കേരളം ശരിക്കും പറഞ്ഞാൽ 1/2 വനപ്രദേശമായിരുന്നു. അപ്പൊ അതിലേക്ക് പരശു, വെളിച്ചം വീഴുന്നതിന് വേണ്ടിയിട്ട് അത് മുഴുവൻ വെട്ടി തെളിച്ചു എന്ന് നമുക്ക് പറയാൻ വേണ്ടി അങ്ങനെയൊക്കെ പറയാം, വ്യാഖ്യാനിക്കാം സംസ്കൃതമായിട്ട്. അപ്പൊ രേണുകയെ കൊന്നു. രേണുക എന്ന് പറയുന്നത് ഇരുട്ടാണ്. അമ്മയെ എന്നല്ല, ഇദ്ദേഹം അമ്മയെ കൊന്നിട്ട് അച്ഛന്റെ ആഗ്രഹപ്രകാരം അല്ലെങ്കിൽ അച്ഛൻ പ്രകാരം അമ്മയെ കൊന്നതല്ല പറയുന്നത്. അപ്പോൾ രേണുക ഇരുട്ടാണല്ലോ. അപ്പൊ രേണുകയെ ഇദ്ദേഹം ഇല്ലാതാക്കിയിട്ട് പരശു വെളിച്ചമുണ്ടാക്കി, അങ്ങനെ പറയാം. അപ്പൊ ഇദ്ദേഹം വലിയൊരു ജ്ഞാനിയാണ് ഈ പരശുരാമൻ എന്ന് പറയുന്ന വ്യക്തി. അതുകൊണ്ട് അദ്ദേഹം എവിടെയും ഏറ്റുമുട്ടും. ആ ഏറ്റുമുട്ടാനുള്ള കാരണം ഇത് തന്നെയാണ്. വളരെ കോപിയാണ്. കാരണം എന്താ, തനിക്കെതിരെ വരുന്നവൻ ക്ഷത്രിയനാണോ എന്ന ബോധ്യം അങ്ങേർക്കുണ്ടാവണം. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ നിസ്സാര ഒരു സംഭവമല്ല. വെറുതെ ബ്രാഹ്മണൻ, വെറുതെ ക്ഷത്രിയൻ, അല്ലെങ്കിൽ വെറുതെ വൈശ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലൊന്നും വൈദിക സംസ്കൃതത്തിൽ ആരും അംഗീകരിച്ചിരുന്നില്ല. അതിനുള്ള പശ്ചാത്തലം അവനുണ്ടായിരിക്കണം തീർച്ചയായിട്ടും. ആ പശ്ചാത്തലത്തെ ആസ്പദമാക്കിയിട്ടാണ് പരശുരാമൻ തീരുമാനിക്കുന്നത് ഇവന് ശിക്ഷാർഹനാണോ അതോ ഇവൻ തിരിച്ചു പോകണോ എന്നുള്ളത്. അതുകൊണ്ടാണ് നേരിട്ട് ചോദിച്ചത്. ആദ്യം സൂചിപ്പിച്ച മാതിരി അതെ അതെ ഓരോ ക്ഷത്രിയനും ഒരു രാജാവും, അതെ, ഇത്തിരി കൂടി ആധുനികമായിട്ട് ഓരോ രാജാവും ആ രാജ്യഭാരം എടുക്കാൻ കെൽപ്പുള്ളവരാണോ എന്ന് ആയിരിക്കണം വരച്ചു നോക്കുന്ന ഒരു പ്രക്രിയ ഉണ്ട് അതിനകത്ത്. കാരണം നമ്മുടെ ഋഷീശ്വരന്മാര് പറയുന്നത് സംസ്കാരമുള്ളവൻ മന്ത്രിയാവണമെന്നാണ്. ഇന്നത്തെ രീതി പറഞ്ഞു കഴിഞ്ഞാൽ സംസ്കാരമുള്ളവൻ മന്ത്രിയാവണമെന്നാണ് ഗുരുക്കന്മാർ പറയുന്നത്. കാരണം എന്താ, സംസ്കാരം കിട്ടണമെങ്കിൽ അവന് അറിവ് വേണം, ജ്ഞാനം വേണം, അവൻ ശാസ്ത്രാർത്ഥത്തിൽ കഴിവുള്ളവനായിരിക്കണം. എന്നാൽ മാത്രമേ അവനെ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ഈ പറയുന്ന പോലെ രാഷ്ട്ര ജീവിതത്തിലും ഒക്കെ ഇത്തരം സന്ദർഭങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. രാമൻ ഒന്നും പറഞ്ഞില്ലല്ലോ, വില്ലെങ്ങ് തന്നാലും ഞാൻ ആകിലോ കുലച്ചിടാം, അല്ലെങ്കിൽ തിരുവുള്ളക്കേടും ഉണ്ടാക വേണ്ട. അതാണ് വിനയം, രാമന്റെ വിനയം.
നമ്മൾ ഓരോരുത്തരും വിനയം ഉള്ളവരായിരിക്കണം. നമ്മൾ എത്രമാത്രം അറിവുള്ളവരാണെങ്കിൽ പോലും, ജ്ഞാനികളാണെങ്കിൽ പോലും നമ്മൾ ആ ഒരു വിനയം കാണിച്ചിരിക്കണം. വില്ലിങ്ങ് തന്നാലും ഞാൻ അകിലോ കുലച്ചീടാം, അല്ല അകിൽ തിരുവുള്ള കേടുമുണ്ടാക വേണ്ട. അതാണ്, അത്രേ ഉള്ളൂ. അപ്പൊ പരശുരാമൻ നിസ്സാരനല്ല എന്ന് ശ്രീരാമൻ അറിയാം. അദ്ദേഹം പരശുരാമന്റെ ആ പരീക്ഷണം സ്വീകരിക്കുന്നതിന് തീരുമാനിച്ചു. അതിൽ വിജയിച്ചു കഴിഞ്ഞപ്പോൾ പരശുരാമൻ തൃപ്തനായി എന്നർത്ഥം. അങ്ങനെ അദ്ദേഹത്തിന് വളരെ സന്തോഷമായി. ഇവൻ ശരിയായ സൂര്യവംശിയാണ്, ഇവൻ അയോധ്യരാമനാണ്, സാർവഭൗമനാണ്, ആ രഘുവിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിന് കഴിവുള്ളവനാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതുകൊണ്ടാണ് ആ സമയത്ത് പരശുരാമൻ എല്ലാം രാമന്റെ മുമ്പിൽ സമർപ്പിച്ച് അദ്ദേഹം യാത്ര തിരിച്ചത്. വളരെ ചെറിയൊരു ഭാഗമാണ് ഭാർഗവ ഗർഭശമനം. ആ ഭാർഗവ ഗർഭശമനം എന്ന് പറയുമ്പോൾ പോലും നമ്മളതിനെ ഈ പരശുരാമൻ എന്ന് പറയുന്ന വ്യക്തി വെറും ഒരു അഹങ്കാരിയാണെന്ന് തിരിത്തിരിക്കരുത്. പരശുരാമന്റെ പരീക്ഷണത്തിൽ രാമൻ വിജയിച്ചു. അതിൽ അദ്ദേഹത്തിന് സന്തോഷമുണ്ടായി, സന്തുഷ്ടനായി. അദ്ദേഹം യാത്ര തിരിച്ചു. അത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മുഴുവൻ അടങ്ങിയിട്ടുണ്ട് ഇതിനകത്ത്. കാരണം എത്രമാത്രം വലിയ തത്വങ്ങളാണെന്നുള്ള ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. കാരണം അന്നുള്ള വാൽമീകിയെ പോലുള്ള ആചാര്യന്മാര് വേദാന്താദി വിദ്യകളെല്ലാം പഠിച്ചവരാണ്. രാമായണത്തിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട്, വേദാന്താദി വിദ്യകളെല്ലാം ചേതസി സർവം തെളിഞ്ഞുടൻ നാവോളം വന്ദിക്കുന്നേ. മനസ്സിലായില്ലേ? ഇതെല്ലാം മനസ്സിൽ പ്രകാശിക്കുകയാണ്. അതുകൊണ്ട് ഈ ഭാർഗവ എന്തായാലും ബാലകാണ്ഡം നമ്മള് സമർപ്പിക്കുന്നത് ഭാർഗവ ഗർഭശമനത്തോടു കൂടിയാണ് എന്നാണ് പറയുന്നത്. അപ്പോ ഈ ഭാർഗവനിൽ ഒരു ഭർഗമുണ്ട് അല്ലെ, തേജസ്. നമ്മളിലും തേജസ്സുണ്ട്. തേജസ് കൂടുമ്പോൾ നമ്മൾ ആരും അഹങ്കരിക്കരുത്. കാരണം അറിവ് കൂടുന്തോറും അഹങ്കാരം കൂടും. അഹങ്കരിക്കാൻ പാടില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെപ്പറ്റി പറയാം. അപ്പൊ എന്തായാലും ആ ഒരു ഗർവഭംഗം നമ്മളിലും എല്ലാവരിലും ഉണ്ടാകട്ടെ. നമുക്ക് ശ്രീരാമചന്ദ്രനെ തിരിച്ചറിയുവാൻ കഴിയട്ടെ എന്ന് മാത്രം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ഈ ബാലകാണ്ഡം തീരുമ്പോൾ നമ്മളിൽ ആ രാമന്റെ ആ സംസ്കാരം, ആ ബാല്യകാലത്ത് അദ്ദേഹം ചെയ്തിട്ടുള്ള ആ സൽക്കർമ്മങ്ങളുടെ ചരിതം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാവട്ടെ. നമുക്കത് വരും തലമുറയ്ക്ക് ഉപദേശിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. നമ്മളെപ്പോഴും വരും തലമുറയെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രീരാമനെ ചൂണ്ടിക്കാണിക്കണം. രാമനെ കണ്ടുപിടിക്കൂ കുട്ടി എന്ന് പറയണം, സീതയെ കണ്ടുപിടിക്കൂ എന്ന് പറയണം. കാരണം അവരൊക്കെ ധർമ്മവിഗ്രഹങ്ങളാണ്. ഒരിക്കലും നമ്മൾ അതിൽ ഒരു സങ്കോചം കാണിക്കരുത്. നമ്മുടെ പുരാണ പുരുഷന്മാരെ ചൂണ്ടി കുട്ടികളെ വളർത്തണം. നിങ്ങൾ അങ്ങനെ ജീവിക്കണം. അവരുടെ നടപടി നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അർത്ഥം? ആ നന്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെന്നർത്ഥം. അപ്പൊ അങ്ങനെ കർത്തവ്യബോധത്തോടു കൂടിയ ശക്തരായ ഒരു സമൂഹം ഉണ്ടാവുന്നതിന് എല്ലാവരും പ്രാർത്ഥിക്കണം, പ്രയത്നിക്കണം. അതാണ് ഈ രാമായണ മാസം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കർത്തവ്യം വിന ജീവിതം നാസ്തി. കർത്തവ്യം എന്ത് ജീവിതമാണ്? ഒരു സംസ്കാരം ഉണ്ടായിരിക്കണം. നമ്മൾ ആൺകുട്ടികൾക്കായാലും പെൺകുട്ടികളായിരിക്കും ഒരു പാരമ്പര്യം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മുടെ പാരമ്പര്യം രാമന്റെ പാരമ്പര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കണം. സധൈര്യം നമ്മളത് ഉയർത്തിപ്പിടിക്കണം. അതാണ് നമുക്ക് ഈ ബാലകാണ്ഡം തീരുമ്പോൾ പറയുവാനുള്ളത്. ജയ് സീതാറാം. നമസ്കാരം. അപ്പോൾ ബാലകാണ്ഡം അവസാനിക്കുമ്പോൾ നമ്മൾ വ്യക്തമായ ഒരു ദിശാബോധം നമുക്ക് കിട്ടുന്നുണ്ട്. രാമായണം സാധാരണ പാരായണം ചെയ്യുന്ന രീതിയിലല്ല, വ്യത്യസ്തമായൊരു വിശകലനമാണ് ആചാര്യൻ നമ്മുടെ മുമ്പിലേക്ക് വയ്ക്കുന്നത്. ബാലകാണ്ഡത്തിലെ 5 വിഷയങ്ങൾ നമ്മൾ ഇന്ന് ചർച്ച ചെയ്തു. ഇനി അയോധ്യാകാണ്ഡത്തിലേക്ക് കിടക്കുമ്പോൾ അയോധ്യാകാണ്ഡത്തിലും ഇതേപോലെ വിഷയങ്ങൾ എടുത്തുകൊണ്ട് നമ്മുടെ ആധുനിക ജീവിത രീതിയിലേക്ക് നമ്മൾ എങ്ങനെ അതിനെ പരിവർത്തനം ചെയ്യണം എന്നുള്ള ഒരു ചിന്തയാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. മറക്കാതെ കാണുക. രാമായണ മാസത്തിൽ 32 ദിവസങ്ങളിലായി നടത്തുന്ന ഈ രാമായണ വിശകലനം എല്ലാ ദിവസവും കർക്കിടകം 1 മുതൽ 32-ാം തീയതി വരെയുള്ള ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും ഈ എപ്പിസോഡിന് താഴെ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം. ജയ് ശ്രീരാം. നമസ്തേ ജഗൽപതേ, നമസ്തേ രമാപതേ, നമസ്തേ ദാശരഥേ, നമസ്തേ സതാം പതേ, നമസ്തേ വേദപദേ, നമസ്തേ
नमस्ते मखपते नमस्ते धरापते नमस्ते धर्मपदे नमस्ते सीतापदे नमस्ते कारुण्याब्धे नमस्ते चारुमूर्ते नमस्ते राम राम नमस्ते रामचंद्र नमस्ते राम राम नमस्ते रामभद्रा